ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കോളിൽ പറഞ്ഞേക്കണ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വെട്ടൽ പറയുന്നുണ്ട്. അതായത് വണ്ടി കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ കുറച്ച് ദൂരം ഓടിച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് വെട്ടലാണ് പറഞ്ഞേക്കണേ. പക്ഷേ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വെട്ടലായിട്ടല്ല ഫീൽ ചെയ്യുക. നമുക്കൊരു ഹാൻഡിലുമേ ഒരു ബലം, അതായത് വണ്ടി ഒരു പാളൽ പോലെ ഫീൽ ചെയ്യണേ. പിന്നെ ആക്സിലേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. ആക്സിലേറ്റർ കേബിൾ ടൈറ്റായിട്ട് വണ്ടി ഓവറായിട്ട് റൈസായിട്ട് നിൽക്കുന്നുണ്ട്. വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം. ഇത്രയും കേസാണ് പറഞ്ഞേ. ജനറലായിട്ട് സർവീസൊന്നുമില്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ നോക്കി, നല്ല ഓയിലാണ്. പിന്നെ നമുക്ക് ആ ഹാൻഡിലിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെയാണ് പ്രശ്നം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാൻഡിൽ സെറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചതാണ്. ഹാൻഡിലിൻ്റെ ഈ കാണുന്ന ബെയറിങ് ചെറിയൊരു ടൈറ്റ് കാണിച്ചിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് നമുക്ക് ഫീൽ ചെയ്തത് ഓടിക്കുമ്പോൾ. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. വേറെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഫോർക്കിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലംസ് ഇല്ല. വീൽ ബെയറിങ്ങോ ടയറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ആകെ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഹാൻഡിൽ നമ്മൾ കുറച്ച് നേരം അങ്ങനെ കറക്റ്റ് സ്ട്രേറ്റ് റോഡിൽ ഓടുന്ന സമയത്ത് പിന്നെ ഒരു ഹാൻഡിലും ഒരു പിടുത്തം വരും. നമുക്കൊരു പാളൽ പോലെ ഫീൽ ചെയ്യും. വെട്ടലല്ല, ഒരു പാളൽ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ്. അത് മാറ്റിയിട്ട് റെഡി ആയിക്കോളും. പിന്നെ ആക്സിലേറ്റർ കേബിളും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റണം. ആക്സിലേറ്റർ കേബിൾ മാറുമ്പോൾ നമുക്ക് ബോഡി ഫുള്ളായിട്ട് അഴിക്കണം. 2 കേബിളുകളാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ആക്സിലേറ്റർ കേബിളും അതേപോലെ തന്നെ കോൺസെറ്റ് എന്ന് പറയാം, ആ ബെയറിങ്ങിൻ്റെ കോൺസെപ്റ്റും മാറ്റി വാട്ടർ സർവീസ് ചെയ്ത് വരുമ്പോൾ ഏകദേശം അത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ.